പ്രൈസ് ദി ലോർഡ്. ആവേശവും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്ന മിഷണറിമാരുടെ ജീവചരിത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആയിരത്തി 1800കളുടെ മധ്യകാലഘട്ടം ആസാമിലെ ധാരോ കുന്നുകളുടെ താഴ്വരയില് മിഷണറിമാർ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സമയം തലവേട്ടക്കാർ എന്നറിയപ്പെടുന്ന അതീവ ക്രൂരന്മാരായ ഗോത്ര വിഭാഗക്കാരുടെ ഇടയിലായിരുന്നു മിഷണറിമാർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഈ വിഭാഗത്തിൽപ്പെട്ട നോക്സൺ എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ കുടുംബവും മിഷണറിമാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ദൈവത്തിന്റെ വചനം കേൾക്കുകയും രക്ഷയുടെ പാത അവർ സ്വീകരിക്കുകയും ചെയ്തു. തൽഫലമായി നോക്സണും കുടുംബവും യേശുവിനെ സ്വീകരിച്ചത് മുഖാന്തരം സുവിശേഷ പ്രവർത്തനത്തിൽ വ്യാപുലരായി. ഗാരോ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ തലവേട്ടക്കാർ എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു. ആരെങ്കിലും പുറത്തുനിന്ന് അവരുടെ ഭവനത്തിലേക്കോ സമീപ പ്രദേശങ്ങളിലേക്കോ വന്നാൽ അവരുടെ തല വെട്ടി ചുവരില് തൂക്കുന്ന പതിവ് അവർക്കുണ്ടായിരുന്നു. അത്രയ്ക്കും അതീവ ക്രൂരന്മാരായ മനുഷ്യരായിരുന്നു ഈ തലവേട്ടക്കാർ എന്നറിയപ്പെട്ടിരുന്ന ഗാരോ വംശക്കാർ. ഇവരുടെ ഇടയിൽ നിന്നാണ് നോക്സൺ എന്ന് പറയുന്ന മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു വന്നത്. നോക്സങ്ങിന്റെയും കുടുംബത്തിന്റെയും യേശുവിലുള്ള വിശ്വാസം ആ ദേശത്തെങ്ങാനും ഒരു ചർച്ചയായി മാറി. തുടർന്ന് ഗോത്ര തലവനും അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഗാരോ വംശജരും ഇദ്ദേഹത്തെയും കുടുംബത്തെയും താൻ സ്വീകരിച്ച യേശുവിനെ പറ്റി അറിയുന്നതിന് വേണ്ടിയും ഈ മനംമാറ്റത്തിനുള്ള കാരണം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയും ഗോത്ര തലവന്റെ സന്നിധിയിലേക്ക് വിളിക്കുകയുണ്ടായി. നോക്സങ്ങും തന്റെ ഭാര്യയും 2 ആൺമക്കളും ഗോത്രത്തലവന്റെ സന്നിധിയിലേക്ക് ചെല്ലുകയും തനിക്കുണ്ടായ ആത്മീക അനുഭവങ്ങളെ പറ്റി വിവരിക്കുകയും ചെയ്തു. അതേ തുടർന്ന് ഗ്രാമത്തലവൻ വളരെ രോക്ഷാകുലനായിട്ട് നോക്സങ്ങിനോട് സംസാരിക്കാനിടയായി തീർന്നു. ഈ യേശുവിനെ തിരിച്ചു കളയാനും തങ്ങളുടെ പരമ്പരാഗത കുലദൈവങ്ങളെ സ്വീകരിക്കാനും വീണ്ടും അവയെ കുമ്പിടാനും അവരെ ആരാധിക്കാനും നോക്സങ്ങിനെയും കുടുംബത്തെയും അദ്ദേഹം പ്രേരിപ്പിച്ചു. എന്നാൽ യേശുവിനെ മാത്രമേ അടിയുറച്ച് വിശ്വസിക്കുകയുള്ളൂ എന്ന അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ നിന്ന് നോക്സങ്ങും കുടുംബവും ഒരിക്കലും പിന്തിരിയാൻ ആഗ്രഹിച്ചിരുന്നില്ല. യേശുവിനെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. യേശുവിനെ തള്ളിപ്പറയാത്ത പക്ഷം തന്നെയും തന്റെ കുടുംബത്തെയും നശിപ്പിച്ചു കളയുമെന്ന് അല്ലെങ്കിൽ കൊന്നു കളയുമെന്ന് ഈ ഗ്രാമത്തലവനും കൂട്ടരും നോക്സങ്ങിനെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം അതിലൊന്നും തളർന്നു പോകാതെ താൻ പ്രിയം വെച്ച യേശുവിന്റെ മുഖത്തേക്ക് നോക്കി അവരെ നോക്കി ഉറക്കെ പറഞ്ഞു, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക് എന്ന വരികൾ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്വന്തം കുഞ്ഞിനെ മരണത്തിന് കൊടുക്കേണ്ടി വന്നാലും യേശുവിനെ തള്ളിക്കളയത്തില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ തന്റെ കുഞ്ഞ് വിഷ അമ്പുകളാൽ മരണമേൽക്കേണ്ടി വന്നു. തന്റെ 2ാമത്തെ കുഞ്ഞിനെയും കൊന്നുകളയുന്നതിന് വേണ്ടി ഗോത്രത്തലവന്റെ ആൾക്കാർ പിടിക്കുകയുണ്ടായി. യേശുവിനെ തള്ളിക്കളഞ്ഞാൽ ഈ കുഞ്ഞിനെ വെറുതെ വിട്ടേക്കാമെന്ന് നോക്സനോടും ഭാര്യയോടും പറഞ്ഞു. എന്നാൽ അവർ യേശുവിനെ മാത്രമേ പിൻപറ്റത്തുള്ളൂ എന്ന് ഉറക്കെ അവരോട് വിളിച്ചു പറഞ്ഞു. ഉറച്ച വിശ്വാസത്തോടെ ആ കുഞ്ഞിനെയും അവർ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. വിഷ അമ്പുകളെയ്ത് ആ കുഞ്ഞും കൊലപ്പെടുകയുണ്ടായി. അടുത്ത ഊഴം അദ്ദേഹത്തിന്റെ ഭാര്യയുടേതാണ്. യേശുവിനെ തള്ളിക്കളഞ്ഞാൽ ഭാര്യയെ വെറുതെ വിട്ടയക്കാമെന്ന് ഗോത്രത്തലവന്റെ ആൾക്കാർ ആവശ്യപ്പെട്ടു. എന്നാൽ അവിടെയും അദ്ദേഹം പതറിയില്ല. ലോകം എന്റെ പിൻപിലും ക്രൂശ് എന്റെ മുൻപിലും എന്ന് ആർത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ ഭാര്യയെയും മരണത്തിന്റെ മുൻപിൽ സമർപ്പിച്ചു. അങ്ങനെ തന്റെ ഭാര്യയും 2 മക്കളും യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കയിടയായി തീർന്നു. അതേ തുടർന്ന് അടുത്ത ഊഴം അദ്ദേഹത്തിൻ്റെതായിരുന്നു. അദ്ദേഹത്തിനോടും പറഞ്ഞു, നീ യേശുവിനെ തള്ളിക്കളഞ്ഞാൽ നിനക്ക് മാത്രം ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശം തരാം. നീ യേശുവിനെ തള്ളിക്കളയണം എന്ന് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെല്ലാവരും ഇദ്ദേഹത്തെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവരെ എല്ലാം നോക്കി ഇദ്ദേഹം ധൈര്യത്തോടെ പറഞ്ഞു, ഞാൻ എൻ്റെ യേശുവിനെ മാത്രമേ പിൻപറ്റത്തുള്ളൂ, ഞാൻ പിന്മാറില്ല, ഞാൻ വച്ച ചുവടുകൾ മുൻപോട്ട് മാത്രമാണ്. ഒരിക്കലും യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിക്കുവാൻ ഈ ഭൂമിയിലുള്ള ഒരു ബന്ധങ്ങൾക്കും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും മരണത്തിന്റെ മുൻപിൽ കീഴടങ്ങുകയുണ്ടായി. അങ്ങനെ ജ്വലിക്കുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ നോക്സങ്ങും കുടുംബവും ഇന്നും ദൈവത്തിനു വേണ്ടി ജീവൻ തിരിച്ച മിഷണറിമാരുടെ കൂട്ടത്തിൽ നിലകൊള്ളുന്നു. നോക്സങ്ങിന്റെയും കുടുംബത്തെയും രക്തസാക്ഷിത്വം കണ്ട ഗ്രാമത്തലവന്
അദ്ദേഹത്തിനുണ്ടായ ഈ വലിയൊരു മാറ്റത്തെ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു സാധാരണക്കാരനായ മനുഷ്യൻ തന്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും തന്റെ സ്വന്തം ജീവനും ത്യജിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം അതിന്റെ പിന്നിൽ ഉണ്ടാകുമെന്ന് ചിന്തിച്ച ഗോത്രത്തലവന്റെ മനസ്സിൽ ദൈവത്തിന്റെ സുവിശേഷം ഒരു മാറ്റത്തെ കൊണ്ടുവരികയും നോക്സങ്ങിന്റെയും കുടുംബത്തിന്റെയും മരണം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം ഈ ഗ്രാമത്തലവന്റെ ഹൃദയത്തെ സ്വാധീനിക്കുകയും യേശുവിലേക്ക് ഗോത്രത്തലവനെ അടുപ്പിക്കുകയും ഈ ഗോത്രം മുഴുവനും യേശുവിനെ സ്വീകരിക്കാൻ ഇടയാവുകയും ചെയ്തു. അദ്ദേഹത്തിനുണ്ടായ ജീവിത അനുഭവത്തിലൂടെയാണ് ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക് എന്ന ക്രിസ്തീയ ഗാനത്തിന്റെ ഉത്ഭവം ഉണ്ടായിരിക്കും. നോക്സങ്ങിന്റെയും കുടുംബത്തിന്റെയും മരണത്തിന് ശേഷവും നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഈ ഗാനം ഇന്നും ധാരാളം ജനങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയും ധാരാളം പേർക്ക് പ്രചോദനമാവുകയും ചെയ്യുന്നു.